السلام عليكم ورحمة الله وبركاته. أعوذ بالله بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഭാഗം നിസ്കാരത്തിൻ്റെ ഷർത്തുകളെ കുറിച്ചാണ്. നമ്മുടെ ഫിഖ്ഹിൽ ഏതൊരു കാര്യത്തിനും ഷർത്തും ഉണ്ട് ഫർളും ഉണ്ട്. എന്താണ് ഷർത്തും ഫർളും തമ്മിലുള്ള വ്യത്യാസം? ഉദാഹരണത്തിന് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാനീയം എടുക്കുക, ചായ. അത് ചായ ആവണമെങ്കിൽ എന്ത് വേണം? അത് വെള്ളം ചൂടാക്കി, പിന്നെ ചൂടുള്ള വെള്ളം വേണം, പിന്നെ ചായപ്പൊടി വേണം, പഞ്ചസാര വേണം. അപ്പോൾ അങ്ങനെയുള്ള ആ വസ്തുവിനെ ആ വസ്തുവാക്കി മാറ്റുന്ന, ഇപ്പം ചായയാക്കി മാറ്റുന്ന വസ്തുക്കൾ വെള്ളം, ചായപ്പൊടി, പഞ്ചസാര, ഇതെല്ലാമാണ് എന്ത്? ചായ ഉണ്ടാക്കുന്ന വസ്തുക്കൾ. അതാണ് ഫർളുകൾ. ഒരു കാര്യത്തിൻ്റെ ഫർള് എന്നുള്ളത് നമുക്ക് ഈ വെള്ളം, ചായപ്പൊടി, പഞ്ചസാര എന്നതിനോട് ഉപമിക്കാം. അപ്പോൾ ഫർള് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വസ്തു ഉണ്ടായിത്തീരാൻ എന്തെല്ലാം സാധനങ്ങൾ വേണം, അതാണ് ഫർള്. ഉദാഹരണം എടുക്കുക. അപ്പോൾ ഷർത്ത് എന്താണ്? ആ വസ്തു ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് ഷർത്ത്. ഇപ്പം ചായൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീ കത്തിക്കണം. അത് ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ്, അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കണം. പിന്നെ അങ്ങനെ പാത്രം വേണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് എന്ത്? ഷർത്ത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക, അതാണ് ഷർത്ത്. അപ്പോൾ ഇനി നിസ്കാരത്തിലേക്ക് വരാം. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് എന്ത്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ഇനി നമുക്ക് ഇബാറത്ത് കിതാബിലേക്ക് വരാം. കിതാബിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഷുറൂത്തുസ്സല, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ലിസ്സലാത്തി ഷുറൂത്തും വ അർക്കാനും, നിസ്കാരത്തിന് ഷർത്തുകളുമുണ്ട് റുക്കനുകളുമുണ്ട്, അഥവാ ഫർളുകളുമുണ്ട്. ലാ തസിഹു സ്വലാത്തു ബിദൂനിഹ, ഇത് രണ്ടും കൂടാതെ നിസ്കരിക്കാവില്ല. വഷർത്തു ഷെയ്ഇ, ഒരു വസ്തുവിൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉദാഹരണ സഹിതം പറഞ്ഞു. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? വറുക്കനുഹു, അതിൻ്റെ റുക്കന് എന്ന് പറഞ്ഞാലും കിലാഹുമ, അത് രണ്ടും മാ യതവഖഫു അലൈഹി, അത് നിലകൊള്ളുന്ന ഒന്നാണ്. വുജൂദുഹു ശറഅൻ, ശറഇൽ ആ കാര്യം നിലകൊള്ളാൻ ആവശ്യമായ ഒന്ന്. അതായത് ചായ ഉണ്ടാക്കാൻ എന്ത് വേണം? അതിൻ്റെ മുന്നോടിയായിട്ട് ഒരുക്കങ്ങൾ വേണം. അതുപോലെ ചായപ്പൊടി, വെള്ളം, പഞ്ചസാര, ഇതൊക്കെ വേണം. അപ്പോൾ ഒരു കാര്യം ശറഇൽ, നിയമത്തിൽ, നമ്മുടെ നിയമത്തിൽ ഉണ്ടാവാൻ ആവശ്യമായ കാര്യങ്ങളാണ് എന്ത്? ഷർത്തുകളും ഫർളുകളും. ലാക്കിനിൽ അവ്വലും, എങ്കിലും ഒന്നാമത്തേത് ഏതാണ്? ഒന്നാമത്തേത് ഏതാണ്? ഷർത്ത് എന്ന് വെച്ചാൽ ലാക്കിനിൽ അവ്വലു, ഒന്നാമത്തേത്, അഥവാ ഷർത്തുകൾ. ലൈസ മിൻ അജ്സാഇഹി, ഈ നിസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതെന്തല്ല? ലൈസ മിൻ അജ്സാഇഹി, അത് നിസ്കാരത്തിൽ പെട്ടതല്ല, നിസ്കാരത്തിലുള്ള കാര്യമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, വെള്ളം ചൂടാക്കാൻ ആവശ്യമായ അടുപ്പ്, തീ, ഇതൊന്നും എന്തല്ല? ചായൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ല, ചായൻ്റെ വിഭവങ്ങളല്ല, പക്ഷേ ചായ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ആവശ്യമായ കാര്യങ്ങളാണ്. അതുപോലെ നിസ്കാരം ശരിയാവണമെങ്കിൽ ആവശ്യമായ, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആവശ്യമായ കാര്യങ്ങളാണ് എന്ത്? ഷർത്തുകൾ. ലൈസമിൻ അജ്സാഇഹി, അത് അതിൽ പെട്ടതല്ല, അതിൻ്റെ ഭാഗമല്ല. വസാനി, എന്നാൽ രണ്ടാമത്തേത്,
രണ്ടാമത്തത് എന്താണ്? നിസ്കാരത്തിന്റെ റുക്നുകൾ മിൻ അജ്സാഇഹി, അത് നിസ്കാരത്തിന്റെ ഭാഗമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചായപ്പൊടി, പഞ്ചസാര, ഇതൊക്കെയാണ് നിസ്കാരത്തിന്റെ റുക്നുകൾ. ഉദാഹരണം പറയുമ്പോൾ അവ ഷുറൂത്തുസ്സല. ഇനി നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ച് പറയാണ്. ഖംസത്തുൻ, അത് 5ആണ്. അഹദുഹ, അതിലൊന്നാമത്തേത് അത്വഹാറത്തു അനിൽ ഹദസ്, 2 അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവലാണ്. അതായത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. വലിയ അശുദ്ധിയിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാവും? യെസ്. അപ്പോൾ ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുളിക്കണം. അതുപോലെ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാവും? വുളു ചെയ്യണം. അപ്പോൾ ആ 2 ശുദ്ധിയും വേണം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. സാനിഹ, രണ്ടാമത്തെ ഷർത്ത് ത്വഹാറത്തുൽ ബദനി, ശരീരം ശുദ്ധിയാവുക, വൽ മൽബൂസി, വസ്ത്രവും ശുദ്ധിയാവുക, വൽ മക്കാനി, നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാവുക, അനിൻ നജസി, നജസിനെ തൊട്ട് ശുദ്ധിയാവുക. അപ്പോൾ നജസിനെ തൊട്ട് ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാവുക. ഇനി ഫലാ തസിഹു സ്വലാത്തു, നിസ്കാരം സ്വീകാര്യമാവുകയില്ല, സ്വീകരിക്കപ്പെടില്ല, മഅ നജസിൻ, നജസോടുകൂടി, ഗൈരി മഅഫൂവിൻ അൻഹു, വിട്ടുവീഴ്ച നൽകപ്പെടാത്ത നജസോടുകൂടി, വലൗ നാസിയൻ ഔ ജാഹിലൻ, അത് അവൻ അറിവില്ലാതെയോ മറന്നുകൊണ്ടോ ആണെങ്കിലും. നിസ്കാരത്തിൽ വിട്ടുവീഴ്ച നൽകപ്പെടുന്ന നജസ്സുമുണ്ട്, വിട്ടുവീഴ്ച നൽകപ്പെടാത്ത നജസ്സുമുണ്ട്. അപ്പോൾ വിട്ടുവീഴ്ച നൽകപ്പെടാത്ത നജസ് മറന്നുകൊണ്ടോ അറിയാതെയോ ഒരാളുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടെങ്കിൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ പമ്പേഴ്സ് ഇട്ട ഒരു കുട്ടി നിസ്കരിക്കുന്ന ആളുടെ മടിയിൽ വന്നിരുന്നാല് നിസ്കാരം സഹിയാവോ? ഇല്ല, കാരണം അയാൾ നജസ്സിനെ വഹിക്കുന്ന ആളായില്ലേ. അയാളുടെ വസ്ത്രമായിട്ട് വഹിക്കുന്ന ആളും ഏതുപോലെയാണ്? നജസ് ശരീരത്തിലുള്ള ആളെ പോലെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് എന്തായി? നമ്മളെ ശരീരവുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ വസ്ത്രവുമായിട്ട് ഒരു കയറ് കെട്ടിയിട്ട് ആ കയറിൻ്റെ മറ്റേ അറ്റം കിടക്കുന്നത് നജസ്സിലാണ് എങ്കിലും നമ്മളെ നിസ്കാരം ശരിയാവില്ല. അതുപോലെ ഇവിടെ പമ്പേഴ്സ് ഇട്ട കുട്ടി പമ്പേഴ്സിലാണ് നജസ്സെങ്കിലും അതിനെ നമ്മൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിസ്കാരം ശരിയാവില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, നമുക്ക് ബാക്കി പറയാം. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. 2, നജസ്സിൽ നിന്ന് ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാവുക. ഇനി മൂന്നാമത്തേത് ഒസാലിസുഹ സത്തുറുൽ ഔറ, ഔറത്ത് മറക്കുക. നമുക്കറിയാം സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളാണ്. പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. വറാബിഉഹ, നാലാമത്തെ ഷർത്ത് മഅരിഫത്തു ദുഖൂലിൽ വഖത്ത്, സമയമായി എന്നറിയുക. ഓരോ നിസ്കാരത്തിനും ഓരോ സമയമുണ്ട്. ആ സമയമായി എന്ന് ഉറപ്പായതിന് ശേഷമാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഫമൻ സ്വല്ല ബി ഗൈരി മഅരിഫത്തിഹി യഖീനൻ, ഉറപ്പായും സമയമായി എന്നറിവില്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ, ഔ വന്നൻ, അല്ലെങ്കിൽ ഭാവനയോടുകൂടി ഏകദേശം സമയമായിട്ടുണ്ടാവും എന്നയാൾ ഇങ്ങനെ വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ലം തസിഹ സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം ശരിയാവില്ല. വ ഇൻ വഖഅത ഫിൽ വഖത്ത്, അത് അവൻ അറിയാതെ സമയത്ത് തന്നെ ആയി, അവൻ ഏകദേശം ആവുമെന്നേ വിചാരിച്ചുള്ളൂ. അയാൾ പോലും വിചാരിക്കാതെ സമയത്തിലായാൽ എന്താവില്ല? ആ നിസ്കാരം ശരിയാവില്ല. ഓക്കെ. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഈ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത് 5 സംതിങ്ങിനാണെന്ന് അറിയാം, അറിയില്ല, എത്ര കൃത്യമായിട്ട് അറിയില്ല. പക്ഷെങ്കിൽ 5:15 മുമ്പാണെന്നും അറിയാം. എന്നിട്ട് ഞാനിപ്പോ 5:15 കഴിഞ്ഞപ്പോ നിസ്കരിച്ചാല് നിസ്കാരം ശരിയാവോ?
എങ്ങനെ ഒന്നുകൂടെ ചോദിക്കോ? ക്ലിയർ ആയില്ല. 5 മണിക്ക് 5 ശേഷമാണ് മണിക്ക് ബാങ്കെന്നറിയാം. ശേഷമാണ് ബാങ്കെന്നറിയാം. 5:15 മുമ്പാണെന്നും 5:15 അറിയാം. മുമ്പാണെന്നും പക്ഷെങ്കില് അറിയാം. കറക്റ്റ് ടൈം പക്ഷെങ്കില് എനിക്കറിയില്ല. കറക്റ്റ് ടൈം എനിക്കറിയില്ല. 5:15 ശേഷം ഞാൻ 5:15 ശേഷം നിസ്കരിച്ചാൽ ഞാൻ നിസ്കാരം നിസ്കരിച്ചാൽ ശരിയാവോ? നിസ്കാരം ശരിയാവോ? 5:15 ശേഷാണെന്ന് ഉറപ്പുണ്ടോ? 5:15 5:15 മുമ്പാണെന്ന് ഉറപ്പുണ്ട്. മുമ്പാണെന്ന് ഉറപ്പുണ്ട്. പക്ഷെ 5:15 മുമ്പാണ്. കൃത്യമായിട്ടുള്ള പക്ഷെ ടൈം കൃത്യമായിട്ടുള്ള എനിക്കറിയില്ല. ടൈം എനിക്കറിയില്ല. അപ്പൊ അത് ഉറപ്പല്ലല്ലോ, അത് ഭാവനല്ലേ, സംശയല്ലേ, ഏകദേശമുള്ളതല്ലേ. 5:15 മുമ്പാണെന്ന് 5:15 ഉറപ്പുണ്ട്. മുമ്പാണെന്ന് ഉറപ്പുണ്ട്. പക്ഷെ കൃത്യമായിട്ട് അറിയില്ല. അതെ. അതെ. അപ്പൊ അവിടെ കൃത്യമായ അറിവ് വേണം, എന്നാലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിസ്കരിക്കാൻ അല്ലാതെ പറ്റില്ല. നിസ്കരിക്കാൻ പറ്റില്ല. 5:15 അങ്ങനെ മുമ്പാണെന്ന് ഉറപ്പുണ്ടല്ലോ. ഉറപ്പുണ്ടല്ലോ. അപ്പൊ അപ്പൊ 5:15 5:15 ശേഷമല്ലേ ശേഷമല്ലേ നിസ്കരിക്കുന്നത്. അപ്പം നിസ്കരിക്കുന്നത്, അപ്പൊ ശരിയാവൂലേ? ശരിയാവൂലേ? ഉറപ്പുള്ളത് കൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് ശരിയാവും. ശരിയാവും. അതില് 5:15 ഉസ്താദ് അതിൽ ഉസ്താദ് പിന്നെ പിന്നെ ഇത് ഇത് കറക്റ്റ് ആൻസർ കറക്റ്റ് പറഞ്ഞാൽ ആൻസർ നന്നായിരുന്നു. പറഞ്ഞാൽ കാരണം നന്നായിരുന്നു. ഇവിടെ കാരണം ഇവിടെ ഷിയാക്കളെ ബാങ്കാണ് ഷിയാക്കളെ കേൾക്കുക. ബാങ്കാണ് കേൾക്കുക. സുന്നികളെ ബാങ്ക് സുന്നികളെ കേൾക്കൂല. ബാങ്ക് കേൾക്കൂല. അപ്പൊ അപ്പൊ എനിക്കറിയാം, ഇപ്പൊ കറക്റ്റ് ടൈം എനിക്കറിയാം, ഇപ്പൊ എനിക്ക് കറക്റ്റ് അറിയുന്നില്ല. ടൈം എനിക്ക് പക്ഷെങ്കില് അറിയുന്നില്ല. പക്ഷെങ്കില് 5:15 5:15 മുമ്പാണെന്നറിയാം. മുമ്പാണെന്നറിയാം. 5 മണിക്ക് 5 ശേഷമാണ് മണിക്ക് ബാങ്ക്. ശേഷമാണ് ബാങ്ക്. 5:15 ശേഷം നിങ്ങൾ നിസ്കരിക്കുന്നത് സമയം ഉറപ്പായിട്ടാണല്ലോ. അതെ. അതെ. അപ്പൊ അങ്ങനെ അപ്പൊ നിസ്കരിക്കാൻ അങ്ങനെ പറ്റുമല്ലോ അല്ലേ? നിസ്കരിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഈ 5:15 ശേഷമാണെന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? അതെനിക്കറിയാം. അതെതെങ്കിലും വഴി അതെനിക്കറിയാം, അതെന്തെങ്കിലും അറിയാന്ന് വഴി വിചാരിച്ചത്. അറിയാന്ന് വിചാരിച്ചത്. എന്നുവെച്ചാല് പിന്നെ എന്നുവെച്ചാല് അതിന്റെ പിന്നെ അതിന്റെ ടൈം ഇങ്ങനെ മാറി മാറി ടൈം ഇങ്ങനെ വരുന്നുണ്ട്. മാറി മാറി വരുന്നുണ്ട്. ആദ്യം 4 മണിക്ക് ആദ്യം 4 മുമ്പായിരുന്നു. മണിക്ക് അല്ല, മുമ്പായിരുന്നു. 5 മണിക്ക് അല്ല, 5 മുമ്പായിരുന്നു. മണിക്ക് മുമ്പായിരുന്നു. അപ്പൊ ഇപ്പോ അപ്പൊ പിന്നെ ഇപ്പോ അത് ഓരോ പിന്നെ അത് ദിവസം ഓരോ ഇങ്ങനെ മാറി ദിവസം മാറി ഇങ്ങനെ വരുമല്ലോ. മാറി മാറി വരുമല്ലോ. അപ്പോ 5 മണിക്ക് അപ്പോ 5 മണിക്ക് ശേഷാണെന്നുള്ള എനിക്കറിയാം. ശേഷാണെന്നുള്ള എനിക്കറിയാം. 5:15 മുമ്പതും ആണ്. 5:15 മുമ്പതും ആണ്. ഉറപ്പാണത്. ഉറപ്പാണത്. അതൊരു അടിസ്ഥാനമുള്ള അറിവായിരിക്കണം. കാരണം കലണ്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ അങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. സാഹചര്യങ്ങൾ ഇപ്പൊ ഉണ്ടല്ലോ. അതെ. അല്ലാണ്ട് ഞാന് ഒരു ടൈം കലണ്ടറിലല്ല ഞാന് കലണ്ടറിലല്ല ഞാന് അത് അത് ഗൂഗിൾ ചെയ്തിട്ട് ഗൂഗിൾ ചെയ്തിട്ട് അറിയുന്നതാണ്. പക്ഷെ ഓരോ അറിയുന്നതാണ്. ദിവസം പക്ഷെ ഞാൻ ഓരോ അതങ്ങനെ ദിവസം ഞാൻ നോക്കലില്ല. അതങ്ങനെ നോക്കലില്ല. അപ്പൊ ഞാനങ്ങനെ ഓരോ അപ്പൊ ദിവസം ഞാനങ്ങനെ ഓരോ കറക്റ്റ് ദിവസം ടൈം കറക്റ്റ് അറിഞ്ഞിട്ട് ടൈം അറിഞ്ഞിട്ട് നിസ്കരിക്കണോ, അല്ലെങ്കിൽ നിസ്കരിക്കണോ, 5:15 അല്ലെങ്കിൽ മുമ്പാണെന്നുള്ള 5:15 എനിക്ക് ഉറപ്പാ. മുമ്പാണെന്നുള്ള എനിക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ കുറച്ച് അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങനെ കഴിഞ്ഞിട്ട് നിസ്കരിക്കലാണ്. അങ്ങനെ നിസ്കരിക്കലാണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഉസ്താദിനോട് ചോദിക്കാം. എന്തായാലും അടിസ്ഥാനത്തോടു കൂടി നമ്മൾ ഉറപ്പിക്കുന്നതാണ് നല്ലത്. ഏകദേശമാണല്ലോ 5:15. ഏകദേശല്ല, എനിക്ക് അത് ഏകദേശമല്ല, എനിക്ക് ഉറപ്പാ. അത് ഉറപ്പാ. 5:15 മുമ്പാണെന്നുള്ള 5:15 ഉറപ്പാ. മുമ്പാണെന്നുള്ള ഉറപ്പാ. കാരണം ഓരോ കാരണം ദിവസം ഓരോ ദിവസം പിന്നെ മൂന്നോ നാലോ നാലോ മിനിറ്റിന്റെ മൂന്നോ അങ്ങനെ നാലോ മിനിറ്റിന്റെ വ്യത്യാസമല്ലേ അങ്ങനെ വരൂ. വ്യത്യാസമല്ലേ വരൂ. അതുകൊണ്ട് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഉറപ്പുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ ഒന്നുകൂടെ ഉസ്താദിനോട് ചോദിച്ചോളൂ. ഉസ്താദ് അതിലൊന്ന് ഉസ്താദ് വ്യക്തത അതിലൊന്ന് വരുത്തിയാല് വ്യക്തത നല്ലതേനു. വരുത്തിയാല് നല്ലതേനു. ഉസ്താദ് ലെഫ്റ്റ് ആയല്ലോ. നമുക്ക് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഉറപ്പ് വേണം എന്നാണ് ഇവിടെ പറയുന്നത്. ഏകദേശ ഭാവന പോരാ, ഉറപ്പ് വേണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഓക്കെ. ജസാക്കില്ലാഹു ഖൈർ. ജസാക്കില്ലാഹു ഖൈർ. നമുക്ക് അവസാനത്തെ ഷർത്ത് കൂടി പറയാം. ഖാമിസുഹ, അഞ്ചാമത്തെ ഷർത്ത്, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് തിരിയുക, മുന്നിടുക. ഇല്ലാഫി സ്വലാത്തി ഷിദ്ദത്തിൽ ഖൗഫി വനഫിലി സഫരി മുബാഹിൻ. പേടി കഠിനമായവൻ്റെ നിസ്കാരം, അതുപോലെ ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും ഖിബ്ല ഷർത്തില്ല. മറ്റുള്ള നിസ്കാരങ്ങളിലൊക്കെ ഖിബ്ല ഷർത്താണ്. നിർബന്ധമായും ഖിബ്ലയിലേക്ക് മുന്നിടണം, എന്നാലേ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ശുറൂത്തു സ്വലാത്ത് എന്ന പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഖിബ്ല അറിയില്ലെങ്കിൽ ഗവേഷണം നടത്തണം. അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാളെ എത്തിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നതിനനുസരിച്ച് നിസ്കരിക്കാം.
അങ്ങനെ ഒരാളെ എത്തിച്ചില്ലെങ്കിൽ അയാൾ ഗവേഷണം നടത്തണം. വെറുതെ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഗവേഷണം നടത്തുക. എന്നിട്ടും അറിയാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം. അത് പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? അതെ, പിന്നീട് മടക്കി നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അടുത്ത കൈപൊക്കിയാള് വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ? നമുക്കിന്ന് ഖുലാസായന്റെ കിതാബിൽ നിന്നുള്ള പാഠഭാഗങ്ങൾ പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഖുലാസ കിതാബ് എല്ലാവരും കേട്ടിട്ടില്ലേ? ആരാണ് അതിന്റെ രചയിതാവ്? കിതാബിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റുമോ? കോടംപോയ ബാവസ്താദിന്റെ അതെ, കൊടമ്പുഴ ബാവുസ്താദ് എഴുതിയ ഖുലാസത്തുൽ ഫിഖ് ഇസ്ലാമി എന്ന് പറയുന്ന കിതാബാണ്. നമ്മുടെ ഷാഫിഈ മദ്ഹബിന്റെ ഫിഖ് എല്ലാം പറയുന്ന കിതാബ്. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമുള്ള രൂപത്തിൽ ഉസ്താദ് രചിച്ചിരിക്കുന്ന കിതാബ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ തുടങ്ങുന്ന പാഠഭാഗത്തില് പറയുന്നത് പലതരത്തിലുള്ള വിധികളെ കുറിച്ചാണ്. ഹുക്കുമുകളെ കുറിച്ച്. ഹുക്കുമ് എന്ന് പറയുന്നത് വിധികള്. വിധികള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എന്തെല്ലാം തരത്തിലുള്ള വിധികളാണ് നമ്മൾ ഫിഖ്ഹിൽ കേട്ടിട്ടുള്ളത്? ആർക്കെങ്കിലും പറയാമോ? എന്തൊക്കെയാണ് പൊതുവെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വിധികൾ ഏതൊക്കെയാണെന്ന്? ഫർള്, സുന്നത്ത്, ഹറാമ്, ഹലാല്, കറാഹത്ത്. അതെ അതെ അതെ, മാഷാ അല്ലാഹ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മള് അതിന്റെ ഡെഫിനിഷൻ അറബിയില് അത് എങ്ങനെയാണ്, ഹറാമ്, ഹലാല്, പിന്നെ കറാഹത്ത്, ഇതെല്ലാനും എങ്ങനെയാണ് എന്നുള്ളത് കിതാബിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഒരു കാര്യം ഫർളാകുന്നത് ആ കാര്യത്തിന് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യമാകുമ്പോൾ അതിനെ ഫർള് എന്ന് പറയും. ഒരു കാര്യം ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് അത്ര ഗൗരവത്തിലല്ല കൽപ്പിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സുന്നത്ത് എന്ന് പറയും. അതുപോലെ തന്നെ ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യരുത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ അത് ഹറാമും. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതില് വ്യക്തമായിട്ട് ഒരു നഹി, അതായത് ഒരു വിരോധം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ കറാഹത്ത് എന്നും പറയും. അപ്പൊ നമുക്ക് കിതാബിലുള്ള ഇബാറത്ത് നോക്കിയിട്ട് അതിന്റെ അർത്ഥം പറയാം. അൽ ഹുക്കുമു, ഹുക്കുമ് എന്ന് പറയുന്നത്, ഹുക്കുമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിധികൾ. ഇമ്മ ത്വലബ് ഫെയലി, ഒന്നുകിൽ ഒരു പ്രവൃത്തിയെ തേടലാണ്. ത്വലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേട്ടം, ഫെയല് പ്രവൃത്തി. അപ്പൊ ഹുക്കുമ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പ്രവൃത്തിയെ തേടലാണ്, അല്ലെങ്കിൽ ത്വലബു തർക്കി. ത്വലബ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു തേട്ടം, തർക്ക് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. അപ്പൊ ഒന്നുകിൽ ഒരു പ്രവൃത്തിയെ തേടല്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ ഉപേക്ഷിക്കാൻ തേടല്. അല്ലെങ്കിൽ തഹീറുൻ ബൈനഹുമ, ഇവ രണ്ടിന്റെയും ഇടയിലുള്ളതാണ്. ഇത് രണ്ടിന്റെയും എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്നുകിൽ നമുക്ക് അത് നിർബന്ധമായിട്ടും തേടല്, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനായിട്ടുള്ള തേട്ടം. ഫൽ അവ്വലു, അതായത് ഒന്നാമത്തേത് ഏതാ നമ്മൾ പറഞ്ഞത്? ത്വലബു ഫിയലിൻ, ഒരു പ്രവൃത്തിയെ തേടുക എന്ന് പറയുന്നത് ഇൻകാന ജാസിമൻ, നിർബന്ധമായിട്ടാണ്, ഗൗബൻ, അതിന് നമ്മൾ വുജൂബ് എന്ന് പറയും. അതായത് ഫർള്, നിർബന്ധമായ കാര്യം എന്നൊക്കെ പറയുന്നത്. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ നെതുബൻ, സുന്നത്താണ്. സുന്നത്തിന്റെ മറ്റൊരു പേരാണ് നെതുബ്, സുന്നത്ത് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അതായത് ഗൗരവത്തിൽ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അത് ഫർളാണ്, വുജൂബാണ്. അതല്ല, അത്ര ഗൗരവത്തിലല്ല ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുന്നത്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല ഇല്ല ഡൗട്ടില്ല. ആ വസ്താനി രണ്ടാമത്തേത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഏതായിട്ട് വരും? നമ്മളെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? സുന്നത്ത്. തെർക്ക് അല്ല, സുന്നത്തല്ലല്ലോ. ചില കാര്യങ്ങൾ ആ അതെ അതെ, ഒരു കാര്യത്തെ ഉപേക്ഷിക്കാൻ തേടല്, അതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഉജൂബും സുന്നത്ത് എന്ന് പറയുന്നത് ഒരു കാര്യം പ്രവർത്തിക്കാനുള്ള തേട്ടമാണ്. അടുത്തത് ഉപേക്ഷിക്കാനുള്ള തേട്ടം. വസ്താനി രണ്ടാമത്തേത് ഇൻകാന ജാസിമൻ, അതായത് ഉപേക്ഷിക്കാൻ തേടുന്നത് ഗൗരവത്തിലാണെന്നുണ്ടെങ്കിൽ തഹ്രീമുൻ, അത് ഹറാമാണ്. ഇല്ല അങ്ങനെയല്ലെങ്കിൽ, അത്ര ഗൗരവത്തിലല്ല അത് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കറാഹത്തുൻ, അത് കറാഹത്താണ്. അപ്പം ഇൻ വറദ ഫീഹി, ഈ വിഷയത്തിൽ വന്നിരിക്കുന്നു നഹ്യുൻ സുരീഹുൻ, വ്യക്തമായ വിരോധം വന്നിരിക്കുന്നു. വ ഖിലാഫുൽ ഔല ഇൻകാന നഹ്യു ഫീഹി ഗൈറ സുരീഹിൻ, വ്യക്തമായിട്ടുള്ള വിരോധം ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു കാര്യം ഉപേക്ഷിക്കാൻ നിർബന്ധമായിട്ട് പറയുമ്പോൾ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമാകും. വ്യക്തമായിട്ട് ഒരു തെളിവോട് കൂടെ നമ്മളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറാഹത്താണ്. അതല്ല, വ്യക്തമായിട്ട് അങ്ങനെ ഒരു വിരോധം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഖിലാഫുൽ ഔല എന്നും പറയും. വസാലിസു മൂന്നാമത്തേത് ഹിയൽ ഇബാഹത്ത്, മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഇബാഹത്താണ്. മൂന്നാമത്തേത് എന്താ നമ്മൾ പറഞ്ഞത്? ആദ്യം ഒരു പ്രവൃത്തിയെ തേടലാണ്, പിന്നെ ഒരു പ്രവൃത്തിയെ ഉപേക്ഷിക്കലാണ്, പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഇത് രണ്ടിന്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കലാണ്. അതിനെയാണ് ഇബാഹ് എന്ന് പറയുന്നത്, മുബാഹ്, ഹലാല് എന്നൊക്കെ പറയുന്നത്. ഇനി അതിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻ ആണ് നമുക്ക് കിതാബിൽ കൊടുത്തിരിക്കുന്നത്. ഫൽ വാജിബു, അപ്പോൾ വാജിബാകുന്നത് മാ യുസാബു അലാ ഫേലിഹി, ഒരു കാര്യമാണ്. ഇസാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലം. മാ യുസാബു, പ്രതിഫലം നൽകപ്പെടും, അലാ ഫേലിഹി, അതിനെ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ. വ യുഅഖബു അലാ തർക്കിഹി, അതിനെ ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ. മാ യുസാബു, നമുക്ക് പ്രതിഫലം നൽകപ്പെടും, അലാ ഫേലിഹി, പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ. വ യുഅഖബു, ശിക്ഷിക്കപ്പെടും, അലാ തർക്കിഹി, അതിനെ ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ. സൗമി റമലാനി, റമലാൻ മാസത്തില് നോമ്പ് പിടിക്കുന്നതൊക്കെ പോലെ. അടുത്തത് വൽ മൻദൂബ്, മൻദൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്നത്ത്. സുന്നത്തിന്റെ ഡെഫിനിഷനാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. മാ യുസാബു അലാ ഫേലിഹി, അതിനും പ്രതിഫലം നൽകപ്പെടും. എങ്ങനെ? അത് പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ. വല എന്ന് പറഞ്ഞാൽ വല യുഅഖബു, ശിക്ഷിക്കപ്പെടുകയില്ല, അലാ തർക്കിഹി, അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന കാരണം കൊണ്ട് ശിക്ഷിക്കപ്പെടുകയില്ല. അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നതാണ് കസോലാത്തിൽ വിത്തിരി, ഇത്ര നിസ്കാരം. അടുത്തത് കൊടുത്തിരിക്കുന്നത് വൽ ഹറാമു, ഹറാമിന്റെ ഡെഫിനിഷനാണ്. മാ യുസാബു, ഒരു കാര്യമാണ്, അതിന് പ്രതിഫലം നൽകപ്പെടും, അലാ തർക്കിഹി, തർക്ക് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലം നൽകും. എന്താണ്? അത് ഹറാമായിട്ടുള്ള കാര്യമാണ്, അപ്പൊ അത് ഉപേക്ഷിച്ചാൽ നമുക്ക് പ്രതിഫലം കിട്ടും. യുഅഖബു, ശിക്ഷിക്കപ്പെടുകയില്ല, ശിക്ഷിക്കപ്പെടും, അലാ ഫേലിഹി, അതിനെ പ്രവർത്തിച്ചതിന്റെ പേരിൽ. ഉദാഹരണം ഹഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ ഹറാമായിട്ടാണ് വരിക. വൽ മക്രൂഹു, ഇനി മക്രൂഹിന്റെ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. വ ഖിലാഫുൽ ഔല, ഖിലാഫുൽ ഔല ഖിലാഹുമ, ഇവ രണ്ടുമാണ് മാ യുസാബു അലാ തർക്കിഹി, പ്രതിഫലം നൽകപ്പെടും അത് ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ. വലാ യുഅഖബു അലാ ഫീലിഹി, പ്രവർത്തിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. ഇത്രയും പറഞ്ഞ ഭാഗത്തെ ഡെഫിനേഷൻ എല്ലാവർക്കും ക്ലിയർ ആയോ? അതെ. ഇൻഷാ അല്ലാഹ്. അത്രയും ഭാഗം ഇതുപോലെ ഡെഫിനിഷൻ ആയിട്ട് ആർക്കെങ്കിലും ജസ്റ്റ് പറയാൻ പറ്റുമോ? ഹറാമ്, ഹലാല് നമ്മൾ പറഞ്ഞില്ല. വാജിബ്, പിന്നെ കറാഹത്ത്, സുന്നത്ത് എന്നുള്ളത് പ്രതിഫലം നൽകപ്പെടും, ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് പറയുന്ന രീതിയിൽ മലയാളത്തിൽ പറയണത് പോലെ അറബി ഇബാറത്ത് പറയണമെന്നില്ല, അല്ലാണ്ട് പറയാൻ പറ്റുമോ? എന്തായി ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ.
ഉസ്താദ് പറഞ്ഞത് പോലെയാണെങ്കിൽ ഒരു 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലുള്ള കുട്ടികളെ കുറച്ചും കൂടെ അല്ലേ പറയുന്നത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറയില്ലേ? അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ പറയും. വാജിബ് എന്ന് പറഞ്ഞാല് നമ്മള് ചെയ്താല് കൂലിയുണ്ട്, അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതായത് ഉപേക്ഷിച്ചാല് കുറ്റവും ഉണ്ടാവും. അതാണ് വാജിബ്. അതെ. സുന്നത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്താല് കൂലിയുണ്ട്, അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റമില്ല. സുന്നത്താണ്. പിന്നെ ഹറാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഉണ്ടാവും, അത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കൂലി ഉണ്ടാവും. കറാഹത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ശിക്ഷയില്ല, പക്ഷെ അത് ഒഴിവാക്കിയാല് കൂലി ഉണ്ടാവും. മുബാഹ് എന്ന് പറഞ്ഞാൽ ജായിസ് എന്ന് പറഞ്ഞാല് ചെയ്താലും ചെയ്തില്ലെങ്കിലും കൂലിയോ അല്ലെങ്കിൽ ശിക്ഷയോ ഇല്ലാത്തത്. അപ്പൊ ടീച്ചറെ ഖിലാഫുല്ലാവിൽ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? അത് ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടേ. ഒരു സെക്കൻഡ് കേട്ടോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഖിലാഫുൽ എങ്ങനെ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചല്ലോ. അത് നമ്മൾ വരുന്ന പാഠഭാഗത്തിൽ അത് പറയുന്നുണ്ട്. എന്നാലും പറയാം. കറാഹത്ത് എന്ന് പറയുന്നത് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വ്യക്തമായിട്ടുള്ള ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഇന്ന കാര്യം ചെയ്യരുത് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറാഹത്തായിട്ട് വരും. അതല്ല, ഒരു കാര്യം അത്രയും വ്യക്തമായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഖിലാഫുൽ ഔലന്റെ കൂട്ടത്തിലാണ് പെടുക. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കിതാബിൽ വരുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിങ്ങൾ പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്, തഹിയ്യത്ത് നിസ്കാരം. അപ്പൊ അവിടെ അങ്ങനെ വ്യക്തമായിട്ട് നമ്മളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തഹിയ്യത്ത് നിസ്കാരം ഉപേക്ഷിക്കൽ എന്താകും? അപ്പൊ അത് കറാഹത്താകും. അതുപോലെ ളുഹ നിങ്ങൾ നിസ്കരിക്കാതെ ഇരിക്കരുത്, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പൊ അതുപോലെ വ്യക്തമായിട്ട് ഒരു കാര്യത്തിൽ വിരോധം വന്നിട്ടില്ല. അങ്ങനെയാവുമ്പോ അതിനെ ഇപ്പൊ ളുഹ നിസ്കരിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഹുക്കുമ് വരിക ഖിലാഫുൽ ഔല എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഈ വ്യക്തമായിട്ട് വിരോധം വന്നാല് അത് കറാഹത്താണെന്നാണോ പറയുന്നത്? അപ്പൊ ഹറാമ് അല്ലേ അത് വ്യക്തമായിട്ട് വിരോധം വന്നത്? അപ്പൊ ഹറാമും അതെ, കറാഹത്തും പക്ഷെ തമ്മിൽ എന്താ വ്യത്യാസം? ഹറാമ് എന്ന് പറയുമ്പോൾ നമ്മളോട് ആ കാര്യം ചെയ്യരുത് എന്നാ പറയണത്. ഗൗരവത്തില് ആ കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കറാഹത്തിൽ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ ഉപേക്ഷിച്ചാൽ അത് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂലി കിട്ടും, പക്ഷെ പ്രവർത്തിച്ചത് കൊണ്ട് നമുക്ക് ശിക്ഷ കിട്ടുന്ന കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ശിക്ഷ കിട്ടുകയാണ്. അപ്പൊ അത് നിർബന്ധമായിട്ടും നമ്മൾ ആ കാര്യം ചെയ്യരുത്. മനസ്സിലായോ? അപ്പൊ അത് പിന്നെ ഒരു കാര്യം വ്യക്തമായും ഗൗരവത്തിലും പറയണം, അപ്പോൾ ഹറാമാവും. ഇത്ര തന്നെ അതെ, ഗൗരവം ഇല്ലാതെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഹറാമാകും, അങ്ങനെയല്ലേ? ഹറാമാകും. അതെ അതെ അതെ, ഓക്കെ. ഇൻഷാ അല്ലാ. അത്രയും ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ ഇന്നത്തെ പോർഷൻ അത്രയും മതിയല്ലേ? ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് കൂടിപ്പോകൂലേ?
അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കാം. എല്ലാവരും ദുആ ചെയ്യാ. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലൈക്കും സലാം. എന്തൊക്കെയാ മക്കളെ എല്ലാരും വിശേഷം? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാ റാഹത്താണല്ലേ. നമ്മളിപ്പോ ഏത് വിഷയാ പഠിച്ചുകൊണ്ടിരിക്കണേ? ഫിഖ്ഹ്. ഫിഖ്ഹ്. ഫിഖ്ഹിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? നിസ്കരിക്കാൻ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരത്തിന്റെ ഷർത്തുകള്, ഫർളുകള്, പിന്നെ അതൊക്കെ പഠിച്ചു അല്ലേ? ഹുക്മുകള്. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് മാഷാ അല്ലാ. പിന്നെ മൈലാഞ്ചിയിലുള്ള മാഷാ അല്ലാ. എന്നാലേ ഇപ്പൊ നമുക്ക് ആദാബുൽ ഖലാ എന്നുള്ള ഭാഗം പഠിക്കാട്ടോ. ആദാബുൽ ഖലാ എന്ന് പറഞ്ഞാല് നമ്മള് ടോയ്ലറ്റ് പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. എല്ലാരും പോകാറില്ലേ? ടോയ്ലറ്റ് പോവില്ലേ? ഓ അപ്പൊ പോകലുണ്ട് അല്ലേ? അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പലർക്കും അറിയായിരിക്കും. നമ്മളൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കാറും ഉണ്ടാവും. എന്നാലും നമുക്കൊന്നുകൂടി നോക്കാം അല്ലേ? എന്തൊക്കെ ചെയ്യാറുണ്ട്? നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ടോയ്ലറ്റ് പോകുമ്പോ? ചെരുപ്പ് ധരിക്കും, ദിക്റ് ചൊല്ലണം. ഇടത് ചെരുപ്പ് കാല് ധരിക്കണം, കൊണ്ട് ഇടത് കാല് പ്രവേശിക്കും, ശ്രദ്ധിക്കണം, ചെരുപ്പ് പിന്നെ പിന്നെ ധരിക്കും. ദിക്റ് കേറുന്നതിന് ചൊല്ലും, മുന്നുള്ള ദുആ. തലയിൽ തട്ടിടും. കേറുമ്പോ ചെല്ലാനുള്ള ദിക്റൊക്കെ അറിയോ എല്ലാവർക്കും? ഓ അറിയാം. അറിയാം. മാഷാ അല്ലാ, മാഷാ അല്ലാ. എല്ലാരും ചെല്ലാറുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഒക്കെ ചെല്ലണം കേട്ടോ. അതെന്തിനാ ദിക്റ് ചെല്ലുന്നത് അറിയോ? നമുക്ക് അവിടെ പിശാചുക്കളിൽ പിശാചിന്റെ നിന്നാണ് ശല്യം ഒന്നാമത്തത്. പിശാചിന്ന് രക്ഷ പിശാചിന്റെ കിട്ടാൻ ഉപദ്രവം വേണ്ടിട്ട്. ഇല്ലാതിരിക്കാൻ. അതാണ്. അതായത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? പിശാചുക്കൾ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ് അങ്ങോട്ട് കയറുമ്പോ ദിക്ർ ചെല്ലണം എന്നുള്ളത് അല്ലേ? അപ്പോ ടോയ്ലറ്റിൽ പോകുമ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് നേരം നമ്മളിപ്പോ നോക്കാം അല്ലെ? മിസ്സേ പേജ് നമ്പർ എന്തൊക്കെയാ അറിയോ? നിങ്ങൾ പറഞ്ഞു? പേജ് നമ്പർ എന്റെ കിതാബില് 56 കേട്ടോ. എല്ലാരുടെ കയ്യിലും കിതാബില്ലേ? എന്നാ കിതാബ് എടുത്തോളി. എല്ലാവരും കിതാബ് എടുത്ത് നോക്കണേ. 56 പേജാണ്. ചിലതിൽ ചിലപ്പോ 1-2 പേജ് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. കിട്ടിയോ? പേജ് കിട്ടിയോ? കിട്ടി. ഓക്കെ. അപ്പൊ ഇവിടെ കുറെ അദബുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കിപ്പോ പറയാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. നമ്മളെ കിതാബില് 27 നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് നോക്കാം കേട്ടോ. അതായത് ആദാബുൽ ഖലാ എന്ന് പറഞ്ഞാല് വിസർജന മര്യാദകൾ. അതായത് വിസർജനത്തിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവിടെ അത് പറയണ എന്താ? യുസന്നു ലി മുരീദിൽ ഖലാഇ ഹാദിഹിൽ ഉമൂർ. യുസന്നു എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്താകും. ലി മുരീദിൽ ഖലാഇ എന്ന് പറഞ്ഞാല് ടോയ്ലറ്റ് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് സുന്നത്താണ്. എന്തൊക്കെ? ഹാദിഹിൽ ഉമൂർ. ഇനി പറയുന്ന താഴെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് അൽ ഇൻതിയാൽ. അൽ ഇൻതിയാൽ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ, ചെരുപ്പ് ധരിക്കുക. അപ്പൊ ചെരുപ്പ് ഇട്ടിട്ടേ ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചിലപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിന്റെ ഇടയിൽ ടോയ്ലറ്റിൽ പോകണ്ടാവുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് ഓടി കയറും അല്ലേ? അങ്ങനെയാണോ നിങ്ങള്? അല്ലല്ലോ? അല്ല. അല്ല, എല്ലാരും നല്ല കുട്ടികളാ. അപ്പൊ എപ്പോഴും ചെരുപ്പ് ധരിച്ചിട്ടേ ടോയ്ലറ്റിൽ പോകാൻ പാടുള്ളൂ. പിന്നെന്താ ചെയ്യണ്ടേ? സത്റു റഇസിഹി. രണ്ടാമത്തെ പറയുന്നേ സത്റു റഇസിഹി. എന്താ റൈസ് എന്ന് പറഞ്ഞാ എന്താ? തല. തല. അപ്പൊ തല മറക്കണം കേട്ടോ. പെൺകുട്ടികളാകുമ്പോ തലയിൽ തട്ടിടണം. ആൺകുട്ടികളാണെങ്കിൽ തൊപ്പി തൊപ്പി. ഇട്ടിട്ടാണ് ടോയ്ലറ്റിൽ പോണ്ടേ. തല മറച്ചിട്ട് വേണം ടോയ്ലറ്റിൽ പോവാൻ. ഇനി മൂന്നാമത്തെ നോക്കാം. തൻഹിതു മാ അലൈഹി മുഅല്ലമുൻ മിൻ ഖുർആനി ഔ ഇസ്മി നബിയിൻ ഔ മലക്കിൻ ഔ ഗൈരിഹി. എന്താ പറയുന്നത്? തൻഹിയത്ത് എന്ന് പറഞ്ഞാല് നീക്കം ചെയ്യുക, അല്ലെ എടുത്തു മാറ്റുക. മാ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു. എന്ത് വസ്തുവാണത്?
അലൈഹി അവന്റെ ആ വസ്തുവിലുണ്ട് എന്തുണ്ട് മുഅല്ലുമുൻ നമ്മള് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കാര്യമുണ്ട്. അത് എന്തായിരിക്കാം? മിനൽ ഖുർആൻ, ചിലപ്പോ ഖുർആനിൽ നിന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവിസ്മി നബിയൻ, അല്ലെങ്കിൽ നബിമാരുടെ പേരുകളായിരിക്കാം, അത് മലക്ക് അല്ലെങ്കിൽ മലക്കളുടെ പേരാവും, അത് വൈരിഹി അല്ലെങ്കിൽ അതുപോലുള്ള ആദരിക്കുന്ന മറ്റെന്തെങ്കിലും പേര്. ഇപ്പൊ നമ്മളെ കയ്യില് ചിലപ്പോ ബുക്കുകളോ മദ്രസയിലെ ബുക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ട് നേരെ ടോയ്ലറ്റിലേക്ക്, അതിന്റെ പേപ്പർ എഴുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ട് നേരെ ടോയ്ലറ്റിലേക്ക് പോകാൻ പാടില്ല. അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ടോയ്ലറ്റിൽ പോകേണ്ടത്. അല്ലേ? മനസ്സിലായില്ലേ? ചെറിയ കുട്ടികളുണ്ടെന്ന് തോന്നണം അല്ലേ? പിന്നെ ഇനി നാലാമത്തെ നോക്കാം നമുക്ക്. ഇപ്പോ ടോയ്ലറ്റിൽ പോയിട്ട് നമ്മള് ശൗചം ചെയ്യുമല്ലോ, മനോഹരിക്കൂലേ? അത് എന്തുകൊണ്ടൊക്കെ മനോഹരിക്കാൻ നിങ്ങൾക്ക് അറിയോ? വെള്ളം, കല്ല്, ടിഷ്യൂ, വെള്ളം അല്ലെങ്കിൽ ടിഷ്യൂ. ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കല്ലോ ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം റെഡിയാക്കി വെക്കണം. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം പൈപ്പിൽ തന്നെ ഉണ്ടാവും അല്ലേ? എന്നാല് നമ്മൾ ചിലപ്പോ എങ്ങോട്ടെങ്കിലും ദൂരേക്ക് യാത്രക്ക് പോവുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമുക്ക് വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് എന്താക്കാം? കല്ലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ റെഡിയാക്കി വെക്കണം. അതാണ് നാലാമത്തെ പറയുന്നത്. എന്താ പറയുന്നത്? അഹ്ദു എടുക്കുക, അഹ്ജാരിൽ ഇസ്തിൻജാഇ ശൗച്യം ചെയ്യാനുള്ള കല്ലുകൾ. ഇസ്തിൻജ എന്ന് പറഞ്ഞാൽ ശൗച്യം ചെയ്യുക, അഹ്ജാർ എന്ന് പറഞ്ഞാൽ കല്ലുകൾ. ശൗച്യം ചെയ്യാനുള്ള കല്ലുകൾ എടുത്തേക്കുക. എഴുതാതു അതുപോലെ തന്നെ അല്ലെങ്കിൽ തയ്യാർ ചെയ്ത് വെക്കുക. മാഇഹി അതിന് വേണ്ട വെള്ളത്തിനെ തയ്യാർ ചെയ്ത് വെക്കുക. അപ്പൊ ടോയ്ലറ്റ് കയറുമ്പോ ആദ്യം തന്നെ ടാപ്പിൽ വെള്ളം ഉണ്ടോന്നൊക്കെ നോക്കുക. എന്നിട്ട് അങ്ങനെയാണ് പോവേണ്ടത്. പിന്നെ അഞ്ചാമത്തെ കാര്യം നോക്കുക. തഖ്ദീമു യസാരിഹി ഇൻദ ദുഖൂൽ. അതെന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ. എന്റെ ഇടത്തെ കാല് മുന്തിക്കുക. ആദ്യം ഇടത്തെ കാലാണ് ടോയ്ലറ്റിലേക്ക് വെക്കേണ്ടത്. തഖ്ദീമു യസാരിഹി ഇൻദ ദുഖൂലി, അങ്ങോട്ട് പ്രവേശിക്കുന്ന. തഖ്ദീം എന്ന് പറഞ്ഞാൽ മുന്തിക്കുക. യസാരിഹി അവന്റെ ഇടത്തെ കാലിനെ മുന്തിക്കുക. ഇൻദ ദുഖൂലി വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇടത്തെ കാലിനെ മുന്തിക്കുക. പിന്നെ ആറാമത്തെ നോക്കാം. ആറാമത്തെ കാര്യം അയ്യഖൂല ഇൻദ ദുഖൂലി ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അയ്യഖൂല അവൻ പറയണം. എന്ത്? ഇൻദ ദുഖൂലി അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്ത് എന്താ പറയേണ്ടത്? ഏത് ദിക്റായിരുന്നു? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? ബിസ്മില്ലാഹി എന്നുള്ളതിന്റെ അർത്ഥം അറിയില്ലേ? അള്ളാഹുവിന്റെ നാമത്തിൽ. അല്ലാഹുമ്മ അല്ലാഹുവേ, നീ അഊദു ബിക ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിനൽ ഖുബുസി, ഖുബുസ് എന്ന് പറഞ്ഞാല് ആൺപിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. വൽ ഖബായിസ് അതുപോലെ തന്നെ പെൺപിശാചുക്കളിൽ നിന്നും നിന്നോട് കാവലിനെ തേടുന്നു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു പിശാചുക്കളുടെ ഒരു ഏരിയ ആണ് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞു. ആ പിശാചുക്കളുടെ ശല്യം നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. അള്ളാഹുവെ, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്നുള്ളത്. ഇപ്പോഴൊക്കെ ശല്യം വേണം. ശരിയല്ലേ? ഇനി ഏഴാമത്തെ എന്താ പറയുന്നത്? അയ്യഅ്ബുദ ഇലാ ഹൈസു ലാ യുസ്മഉ ലി ഖാരിജിഹി സൗത്തുൻ വലാ യുശമ്മു ലഹു റീഹൻ. അയ്യഅ്ബുദ പറഞ്ഞാൽ ദൂരെ ആവുക. എന്തിന്? ഇലാ ഹൈസു ഒരു സ്ഥലത്തേക്ക് ദൂരെ ആവുക.
ആൾക്കാരൊക്കെ ഉള്ള കൂടി നിൽക്കുന്ന സ്ഥലത്താവരുത്. അവിടുന്ന് കുറച്ച് ദൂരേക്ക് പോവാന്ന് അർത്ഥം. എന്തിനാണ്? ലാ ഇസ്മഉ, എങ്ങനത്തെ സ്ഥലമാണോ? ആര് കേൾക്കുകയില്ല. ഈ ഖാരിജിഹി, അവന്റെ വിസർജനത്തിനെ കേൾക്കൂല. സൗത്തുൻ, അതിന്റെ ശബ്ദം കേൾക്കൂല. വയലാ ഇഷ്മു, അതേപോലെ തന്നെ അതിന്റെ സ്മെല്ലും ഉണ്ടാവൂല. ലഹു, അവന്റെ വിസർജനത്തിന്റെ സ്മെല്ലും അവർക്ക് അനുഭവപ്പെടാത്ത തരത്തില്. ദീഹുൻ, ഒരു മണവും അതിന്റെ സൗണ്ട് ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തല്ല വേണ്ടത്, അവിടുന്ന് മാറിയിട്ട് വേണം ചെയ്യാൻ. അപ്പോ ടോയ്ലറ്റിൽ ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, എന്നാലും പുറത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്, അല്ലെ? ഇനി 8ാമത് നോക്കാം. എന്താണ് യസ്തത്തിറ എന്ന് പറഞ്ഞാല് അവൻ മറയുക. എത്ര വരെ മറയണം? ഹത്ത ലാ യറാഹു അഹദുൻ, ആരും അവനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോ ടോയ്ലറ്റ് അല്ലാത്ത സ്ഥലത്ത് പോകുന്ന കാര്യത്തിനാണ് പറയുന്നത് കേട്ടോ. എല്ലാരും കാണുന്ന സ്ഥലത്തല്ല. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഓരോരുത്തര് ചിലപ്പോ മുദ്രവെക്കുന്നൊക്കെ കാണാം, അല്ലെ? അങ്ങനെ അല്ലാതെ ആരും കാണാത്തൊരു സ്ഥലത്തേക്ക്, ഒരു മറവിലേക്ക് നിന്നിട്ട് വിസർജനം നടത്തുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ. ഓക്കെ. ഇനി 9ാമത്തെ നോക്കാം. അല്ല യഖ്ലിയ ഹാജത്തുഹു ഖായിമൻ ബിലാ ഉസ്രിൻ. എന്താ അവിടെ പറഞ്ഞ അറിയോ? അല്ല യഖ്ലിയ ഹാജത്തുഹു, കാരണം വിസർജനം നിന്ന് വിസർജിക്കരുത്. നിന്ന് വിസർജനം നടത്താൻ പാടില്ല. നിന്ന് കണ്ട് മൂത്രമൊഴിക്കാനൊന്നും പാടില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് അല്ല യഖ്ലിയ ഹാജത്തുഹു, അവൻ വിസർജനം നടത്താതിരിക്കുക. ഖായിമൻ എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ട്. ബിലാ ഉസ്രിൻ, ഒരു കാരണവും ഇല്ലാതെ. വെറുതെ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കാൻ പറ്റൂല. പക്ഷെ ചിലപ്പോ അവർക്ക് ഇരിക്കാൻ പറ്റൂല, കാലിന് നല്ല മുറിവ്, കാല് മടക്കാനൊന്നും പറ്റൂല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്, തീരെ ഇരിക്കാൻ പറ്റാത്ത, ഒന്നായിട്ട് പ്ലാസ്റ്റർ ഇട്ട ആളൊക്കെ ആണെങ്കിൽ അപ്പൊ അവർക്ക് പിന്നെ നിവൃത്തിയില്ല. അത് കാരണമുണ്ട്, അല്ലെ? കാരണം ഉണ്ടാവുമ്പോ അപ്പൊ നിന്നിട്ടേ കഴിയുള്ളൂ എങ്കിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റും, വിസർജനം നടത്താൻ പറ്റും. അല്ലാതെ ഒരു കാരണവും ഇല്ലാതെ വെറുതെ നിന്നുകൊണ്ട് വിസർജനം നടത്താതിരിക്കുക. ഇനി 10ാമത്തെ നോക്കാം. ഐ യജ്ലിസ അലാ മുർത്തഫിൻ, അവൻ എവിടെ ഇരിക്കണ്ടേ? ഐ യജ്ലിസ, അവൻ ഇരിക്കുക അലാ മുർത്തഫിൻ, ഉയർന്ന സ്ഥലത്ത് ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ അറിയോ? നജസ് തീർക്കാതിരിക്കാൻ. നജസ് നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക എന്ന് പറഞ്ഞത്. ഇനി 11ാമത്തത്. അല്ല യർഫഅ സൗബഹു ഹത്ത യദ്നുവ മിനൽ അർളി. അല്ല യർഫഅ സൗബഹു, അവന്റെ വസ്ത്രം ഉയർത്താതിരിക്കുക. ഹത്ത യദ്നുവ, അവൻ അടുക്കുന്നവരെ. മിനൽ അർളി, ഭൂമിയോട് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് ഇരിക്കുന്ന അവസ്ഥ വരെ ഒന്നായിട്ട്, ചിലരുണ്ടാവും ഒന്നായിട്ട് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് പോകുന്നത്, അല്ലെ? അങ്ങനെ ആവരുത്. എന്ത് ചെയ്യണം? അവിടെ ഇരിക്കുന്ന അതിനനുസരിച്ച് മെല്ലെ മെല്ലെ വസ്ത്രം ഉയർത്തുകയാണ് വേണ്ടത്. അപ്പൊ നമ്മളെ സമയം ഇപ്പൊ കഴിയാനായി. ഇത്ര പറഞ്ഞാ പോരെ? പറഞ്ഞോക്കൊക്കെ മനസ്സിലായില്ലേ? ഓ, മനസ്സിലായി. അപ്പൊ എല്ലാരും നല്ലോണം പഠിക്കുക കേട്ടോ. ഓക്കെ. സംശയങ്ങളില്ലല്ലോ? ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അസ്സലാമു അലൈക്കും എല്ലാവരും നിങ്ങളും. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. KD 23 ക്ലാസ് എടുക്കുന്നുണ്ടോ? ഇന്നില്ല, പിന്നെ നമുക്ക് നിർത്താലോ എന്നാ? 8 മണി കഴിഞ്ഞ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.